ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്ററാണ്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. നമുക്ക് വായിക്കാം, വായിച്ചിട്ട് പ്രതിഫലിപ്പിക്കാം. പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ് അർത്ഥമുള്ളത്. എന്താണ് ഈ കഥയിലുള്ളത് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക, നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കുക. വി ഓൾ നോ പീപ്പിൾ ഹൂ മേക്ക് മൗണ്ടൻസ് ഓഫ് മോൾ ഹിൽസ്, അതായത് എലിമാളങ്ങളെ കുന്നുകൾ പോലെ കാണുക. അതായത് ദിസ് മൗണ്ടൻ ഓഫ് മോൾ ഹിൽസ്, മേക്ക് മൗണ്ടൻ ഓഫ് മോൾ ഹിൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്, ഒരു ഭാഷാപ്രയോഗമാണ്. ചില ആളുകൾ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് പറയാറുണ്ട്, അത്ര അതിന് അർത്ഥമാക്കുന്നുള്ളൂ. ദെയർ ലൈഫ്സ് ആർ ഓൾവേസ് മിസറബിൾ. ചില ആളുകളുടെ ജീവിതം എപ്പോഴും കഷ്ടതയിൽ ആയിരിക്കും. ഡോണ്ട് യു തിങ്ക് എ പോസിറ്റീവ് ആൻഡ് ഹെൽത്തി ആറ്റിറ്റ്യൂഡ് ഈസ് ദ കീ ടു എ ഹാപ്പി ലൈഫ്? അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയും ആരോഗ്യപരമായിട്ടുള്ളൊരു ചിന്തയും ആണ് സന്തോഷകരമായ ജീവിതത്തിൻ്റെ താക്കോലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലെറ്റ്സ് റീഡ് ജെറോം കെ ജെറോംസ് പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. നമുക്കിനി ജെറോം കെ ജെറോം എഴുതിയ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന കഥ വായിക്കാം. ഐ റിമെമ്പർ ഗോയിങ് ടു ബ്രിട്ടീഷ് മ്യൂസിയം വൺ ഡേ ടു റിസർച്ച് സം സോർട്ട് ഓഫ് ഇൽനെസ് ദാറ്റ് ഐ തോട്ട് മൈറ്റ് ബി ഹേ ഫീവർ. അപ്പോൾ ഈ നറേറ്റർ, ഈ കഥ പറയുന്ന ആൾ ഒരു ദിവസം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി കുറച്ച് റിസർച്ച് നടത്താൻ വേണ്ടിയാണ്. അതായത് ഹേ ഫീവർ എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ പനിയൊന്നുമല്ല, അത് ഈ പൂമ്പൊടിയോ അല്ലെങ്കിൽ പൊടികൾ, കൂടുതലും പൊടികളൊക്കെ നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്നൊരു തുമ്മലും മൂക്കൊലിപ്പും ഒക്കെ കൂടി ഉണ്ടാകുന്നൊരു അസുഖത്തിനാണ് ഹേ ഫീവർ എന്ന് പറയുന്നത്. ആ ഒരു രോഗത്തിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അവിടെ പോകുന്നത്. ഐ പിക്ഡ് അപ്പ് ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആൻഡ് റീഡ് ഓൾ അബൌട്ട് ഹേ ഫീവർ. മെഡിക്കൽ എൻസൈക്ലോപീഡിയ ഇദ്ദേഹം എടുത്തു, ഹേ ഫീവറിനെ പറ്റി മുഴുവനും വായിച്ചു. ഐ ഐഡിയലി ടേൺഡ് ദ ലീവ്സ് ആൻഡ് ബിഗാൻ ടു ഇൻഡോളൻ്റ്ലി സ്റ്റഡി ഡിസീസസ് ഇൻ ജനറൽ. അദ്ദേഹം പേജുകൾ മറിച്ചു. മറിച്ച് നോക്കിയിട്ട് അദ്ദേഹം പൊതുവായിട്ട് അസുഖങ്ങളെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി. ഇദ്ദേഹം അലസമായിട്ട് വായിക്കാൻ തുടങ്ങി. ഇൻഡോളൻ്റ്ലി നോട്ട് ചെയ്ത് വെച്ചോളൂ, അലസമായിട്ടെന്നാണ് ഇതിൻ്റെ മീനിങ്. ഐ ഫോർഗെറ്റ് വിച്ച് വാസ് ദ ഫസ്റ്റ് ഡിസീസ് ഐ പ്ലങ്ഡ് ഇൻ ടു സം ഡ്രെഡ്ഫുൾ ഡിസീസ് ഐ നോ. ഞാനങ്ങനെ വായിച്ച് വന്നപ്പോഴത്തേക്കും ഓരോ അസുഖങ്ങളുടെ ഉള്ളിലേക്ക് മുഴുകിപ്പോയി. ഓരോ അസുഖങ്ങളെക്കുറിച്ച് വായിച്ച് ഞാൻ അതിൽ മുഴുകിപ്പോയി എന്ന്. പല ഭയാനകമായ അസുഖങ്ങളെക്കുറിച്ചും ഇദ്ദേഹം വായിച്ചു. ബട്ട് ബിഫോർ ഐ ഹാഡ് ഗ്ലാൻസ്ഡ് ഹാഫ് ഡൗൺ ദ ലിസ്റ്റ് ഓഫ് വാർണിംഗ് സിംറ്റംസ് ഇറ്റ് ഡ്രോൺഡ് അപ്പോൺ മീ ദാറ്റ് ഐ ഹാഡ് ഓൾ ഓഫ് ദം. അപ്പോൾ വായിച്ച് അങ്ങനെ അതിൻ്റെ പകുതിയോളം എത്തണ സമയമായപ്പോഴത്തേക്കും വാർണിംഗ് സിംറ്റംസ്, അതായത് മുൻകരുതലെടുക്കേണ്ട ലക്ഷണങ്ങൾ, ഈ ലക്ഷണങ്ങൾ വായിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഒരു തോന്നലുണ്ടായി, ഈ അസുഖങ്ങളൊക്കെ എനിക്ക് ഉള്ളതുപോലെ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഈ അസുഖങ്ങളൊക്കെ ഉള്ളതുപോലൊരു തോന്നൽ. ഐ സാറ്റ് ഫോർ എ വൈൽ ഫ്രോസൺ വിത്ത് ഹൊറർ ആൻഡ് ദെൻ ഇൻ utter despair I again turned over the pages. I came to typhoid fever, read the symptoms, discovered that I had typhoid fever for months without knowing it. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഈ അസുഖങ്ങളൊക്കെ എനിക്ക് ഉണ്ടോ എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി. കുറച്ച് സമയം ആ ഒരു ചിന്തയിൽ ഫ്രീസായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരുന്നു. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, പേജ് മറിച്ചു, ടൈഫോയിഡ് ഫീവർ വായിക്കാൻ തുടങ്ങി. അതിൻ്റെ ലക്ഷണങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയുകയാണ് ഇദ്ദേഹത്തിന് മാസങ്ങളായി ഈ ടൈഫോയിഡ് ഫീവർ പിടിപെട്ടിട്ടുണ്ടെന്ന്. ദെൻ ഐ വണ്ടേർഡ് വാട്ട് എൽസ് ഐ ഹാഡ് ഗോട്ട്. പിന്നെ അദ്ദേഹം ആലോചിക്കുകയാണ്, ആശ്ചര്യപ്പെടുകയാണ്, ഇതല്ലാതെ വേറെ എന്തൊക്കെ അസുഖങ്ങളാണ് എനിക്കുള്ളത്. ടേൺഡ് അപ്പ് സെയിൻറ്റ് പീറ്റേഴ്സ് ഡാൻസ്, ഫൗണ്ട് ദാറ്റ് ഐ ഹാഡ് ദാറ്റ് ടു. അടുത്ത പേജിൽ വന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ഡാൻസ് എന്ന് പറഞ്ഞ ഡിസീസാണ്. അതും എനിക്കുണ്ടെന്ന് ഇദ്ദേഹത്തിനൊരു സംശയം തോന്നി. ഈ സെയിൻറ്റ് പീറ്റേഴ്സ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈ കൈകാലുകളിലൊരു ഇങ്ങനെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. എപ്പോഴും മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഉള്ളൊരു ഇത്, വിറച്ചിരിക്കുന്ന പോലെ തോന്നും. അതാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ഡാൻസ്. അപ്പോൾ അദ്ദേഹത്തിന് അതും ഉണ്ടെന്നുള്ള സംശയം. ഐ ബിഗാൻ ടു ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ കേസ് ആൻഡ് ഡിസൈഡഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് തറോലി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം,
ഒന്ന് അന്വേഷിക്കാമെന്ന് തന്നെ വിചാരിച്ചു. സോ ഐ സ്റ്റാർട്ടഡ് ആൽഫബറ്റിക്കലി. അപ്പോൾ ഇദ്ദേഹം ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ അസുഖങ്ങളെ പറ്റി വായിക്കാൻ തുടങ്ങി. റീഡപ്പ് AU, that is malaria, and learned that I was sickening for it and that the worst stage would commence in about 2 weeks. അപ്പോൾ മലേറിയനെ പറ്റി വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി കൂടുതലാകും, മൂർധന്യാവസ്ഥയിലെത്തുമെന്ന് മനസ്സിലായി. ബ്രൈറ്റ്സ് ഡിസീസ്. ഐ വാസ് റിലീവ്ഡ് ടു ഫൈൻഡ് ഐ ഹാഡ് ഓൺലി ഇൻ എ മൈൽഡ് ഫോം. ഇപ്പോൾ ബ്രൈറ്റ്സ് ഡിസീസ് ഒരു ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഉള്ള പോലെയാണ്, മൈൽഡ് ഫോമാണ്. കോളറ ഐ ഹാഡ് വിത്ത് സീരിയസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഡിഫ്തീരിയ ഐ സീം ടു ഹാവ് ബീൻ ബോൺ വിത്ത്. ഇപ്പോൾ കോളറ ചെറിയ തോതിലുണ്ട്, അത്ര സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല, എങ്കിൽ പോലും കോളറയുണ്ട്. ഡിഫ്തീരിയ ജനിച്ചപ്പോൾ മുതലേ ഉണ്ടെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഐ കെയർഫുള്ളി വെൻറ്റ് ത്രൂ ഓൾ ദ 26 letters ആൻഡ് ദ ഓൺലി മെലഡി ഐ could conclude I had not got was housemaid's knee. അപ്പോൾ ഇദ്ദേഹം എല്ലാ 26 അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരങ്ങളും നോക്കി, എല്ലാ അസുഖങ്ങളും വായിച്ച് നോക്കി, എല്ലാ അസുഖങ്ങളും ഉണ്ട്, ഒരെണ്ണം ഒഴിച്ച് ഹൗസ്മേറ്റ്സ് നീ. ഐ ഫെൽറ്റ് റാദർ ഹേർട്ട് അബൌട്ട് ദിസ് അറ്റ് ഫസ്റ്റ്. ഇറ്റ് സീംഡ് സംഹൗ ടു ബി എ കൈൻഡ് ഓഫ് ഇൻസൾട്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടമാണ് തോന്നിയത്. സങ്കടം മാത്രമല്ല, തന്നെ അദ്ദേഹത്തിനെ അപമാനിച്ച പോലെയാണ് തോന്നിയത്. ഈ ഒരു അസുഖം ഒഴിച്ച് ബാക്കി എല്ലാ അസുഖങ്ങളും അയാൾക്ക് ഉണ്ട്. വൈ ഹാഡിൻറ്റ് ഐ ഗോട്ട് ഹൗസ്മേറ്റ്സ് നീ? എന്തുകൊണ്ടാണ് എനിക്ക് ഹൗസ്മേറ്റ്സ് നീ മാത്രം ഇല്ലാതായി പോയത്? അതും കൂടി വേണ്ടതായിരുന്നു. വൈ വാസ് ദിസ് ഇൽനെസ് ലെഫ്റ്റ് ഔട്ട്? എന്തുകൊണ്ടാണ് ഈ അസുഖം മാത്രം പിടിപെടാത്തത്? ഇത് മാത്രം വിട്ടുപോയത് എങ്ങനെ? ആഫ്റ്റർ എ വൈൽ ഹവർ ലെസ് ഗ്രീഡി ഫീലിങ്സ് ടു കോവർ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അത്യാഗ്രഹം ഒക്കെ മാറി. I reflected that I had every other known diseases in pharmacology. ഇപ്പോൾ ഫാർമക്കോളജിയിലുള്ള എല്ലാ അസുഖങ്ങളും എനിക്കുണ്ട്, ഇതൊന്നല്ലേ ഇല്ലാത്തുള്ളൂ, സാരിയില്ല, ഇത് പോട്ടെ, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഐ ഗ്രൂ ലെസ് സെൽഫിഷ് ആൻഡ് ഡിറ്റർമൈൻഡ് ടു ഡു വിത്തൗട്ട് ഹൗസ്മേറ്റ്സ് നീ. അപ്പോൾ ഹൗസ്മേറ്റ്സ് നീ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല, അത് വേണ്ട, അതില്ല, ബാക്കിയെല്ലാ അസുഖങ്ങളും ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചു. ഗൗട്ട് ഇൻ ഇറ്റ്സ് worst form had seized me without my knowledge, and zymosis I had clearly been suffering from my boyhood. അപ്പോൾ അദ്ദേഹം വായിച്ചത് സന്ധിവാതം ഏറ്റവും മോശമായ രീതിയിൽ ആണ്. സൈമോസിസ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എന്നെ പിടിപെട്ടിട്ടുണ്ട്. ഈ സൈമോസിസ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഭാഗങ്ങളിൽ നീല കളറിൽ കാണുന്നതാണ്. അപ്പോൾ അത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെയാണ്. ദെയർ വെയർ നോ മോർ ഡിസീസസ് ആഫ്റ്റർ സൈമോസിസ്, സോ ഐ കൺക്ലൂഡഡ് ദാറ്റ് ദെർ വാസ് നത്തിങ് എൽസ് ദ മാറ്റർ വിത്ത് മീ. അപ്പോൾ സൈമോസിന് അപ്പുറത്തേക്ക് ഇനി ഒരു അസുഖമേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കൺക്ലൂഡ് ചെയ്തു, ഇതോടെ അവസാനിച്ചു. ഐ സാറ്റ് ആൻഡ് പോണ്ടേഡ്. ഇദ്ദേഹം ഇരുന്ന് ആലോചിക്കുകയാണ്. ഐ തോട്ട് വാട്ട് എൻ ഇൻട്രസ്റ്റിംഗ് കേസ് ഐ മസ്റ്റ് ബി ഫ്രം എ മെഡിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ. ഒരു മെഡിക്കൽ പോയിന്റിൽ, ഒരു മെഡിക്കലിന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെയോ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എന്തുകൊണ്ടാണ്? വാട്ട് എൻ അക്യൂസിഷൻ ഐ ഷുഡ് ബി ടു എ ക്ലാസ്. സ്റ്റുഡൻസ് വുഡ് ഹാവ് നോ നീഡ് ടു walk the hospital if they had me. I was the hospital in myself. All they need to do would be to walk around me and after that take their diploma. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ഹോസ്പിറ്റലിൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവിടെ പോയി നിന്ന് കൊടുത്താൽ മതി, എൻ്റെ ചുറ്റിനും ഒന്ന് നടക്കുക, എന്നിട്ട് ഇവരെന്ത് ചെയ്യണം, ഡിപ്ലോമ എടുക്കുക, ഇവർക്ക് ആവശ്യമുള്ള എല്ലാ അസുഖങ്ങളും ഇയാളുടെ ശരീരത്തിലുണ്ട്. അതാണ് ഇയാളുടെ ചിന്ത. ദെൻ ഐ വണ്ടേർഡ് ഹൗ ലോങ് ഐ ഹാഡ് ടു ലിവ്. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം ആലോചിക്കാൻ തുടങ്ങിയത് ഇനി എത്ര നാൾ എനിക്ക് ജീവിക്കാൻ പറ്റും. ഐ ട്രൈ ടു എക്സാമിൻ മൈസെൽഫ്. അദ്ദേഹത്തിനെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കി, പരിശോധിച്ച് നോക്കി. ഐ ഫെൽറ്റ് മൈ പൾസ്. അദ്ദേഹം പൾസും പരിശോധിച്ചു. ഐ കുഡ് നോട്ട് അറ്റ് ഫസ്റ്റ് ഫീൽ എനി പൾസ് അറ്റ് ഓൾ. ആദ്യം അദ്ദേഹത്തിന് പൾസേ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഐ ട്രൈ ടു ഫീൽ മൈ ഹാർട്ട്. അത് കഴിഞ്ഞിട്ട് നെഞ്ചിൽ കൈവച്ച് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കി. ഐ കുഡ് നോട്ട് ഫീൽ ഇറ്റ്. അതും അദ്ദേഹത്തിന് കൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാനോ സാധിച്ചില്ല. ഇറ്റ് ഹാഡ് സ്റ്റോപ്പ് ബീറ്റിംഗ്. അത് നിർത്തിയോ? ബീറ്റിംഗ് നിർത്തിയോ? നെഞ്ച് ഇടിക്കൽ നിർത്തിയോ?
എന്ന് വരെ തോന്നിപ്പോയി. ഐ പാറ്റഡ് മൈസെൽഫ് ഓൾ ഓവർ മൈ ബോഡി. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഫുൾ ബോഡിയിൽ ഇദ്ദേഹം കൊട്ടി കൊടുത്തു. പാറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടുക പയ്യെ. ബട്ട് ഐ കുഡ് നോട്ട് ഫീൽ ഓർ ഹിയർ എനിത്തിങ്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും കേൾക്കാനോ ഒന്നും അനുഭവിക്കാനോ ഒന്നും സ്പർശനം പോലും ഫീൽ ആകുന്നില്ല. ആ ഒരു രീതിയിലെത്തി. ഐ ട്രൈ ടു ലുക്ക് അറ്റ് മൈ ടങ്. അദ്ദേഹത്തിൻ്റെ നാക്കിനെ ഒന്ന് നോക്കി. നാക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഐ കുഡ് ഓൺലി സീ ദ ടിപ്പ്. അപ്പോൾ നാക്കിൻ്റെ അറ്റം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേറൊന്നും കാണാൻ പറ്റുന്നില്ല. ആൻഡ് ദ ഓൺലി തിങ് ദാറ്റ് ഐ കുഡ് ഗെയിൻ വാസ് ടു ഫീൽ മോർ സർട്ടൻ ദാൻ ബിഫോർ ദാറ്റ് ഐ ഹാഡ് സ്കാർലറ്റ് ഫീവർ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ഉറപ്പായി ഇദ്ദേഹത്തിന് സ്കാർലറ്റ് ഫീവറും ഉണ്ട്. I had walked into that reading room as a happy, healthy man. I crawled out a deceived wreck. അപ്പോൾ ഇദ്ദേഹം റീഡിംഗ് റൂമിന് ഉള്ളിലേക്ക് കയറിയ സന്തോഷത്തോടെ ആരോഗ്യവാനായ ഒരു മനുഷ്യനായിട്ടായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അസുഖക്കാരനെ പോലെ, എല്ലാം നശിച്ചു പോയ ഒരാളെ പോലെ ആണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഐ വെൻറ്റ് ടു മൈ ഡോക്ടർ. ഹീ ഈസ് എൻ ഓൾഡ് charm of mine and feels my pulse and looks at my tongue and talks about the weather, all for nothing when I think I am sick. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പഴയ ഒരു സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹം പൾസ് നോക്കും, നാക്ക് നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ സംസാരിക്കുന്നത് കാലാവസ്ഥേനെ പറ്റിയായിരിക്കും. ഈ ഒരു കാലാവസ്ഥേനെ പറ്റിയുള്ള സംസാരം ഇദ്ദേഹത്തിൻ്റെ അസുഖത്തിന് ഒരു ഗുണവും ഇല്ലാത്തൊരു സംസാരമാണെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. സോ ഐ തോട്ട് ഐ വുഡ് റിട്ടേൺ ദ ഫേവർ ബൈ ഡൂയിങ് ഹിം നൗ വാട്ട് എ ഡോക്ടർ വാണ്ട്സ് ഐ സെഡ് ഈസ് പ്രാക്ടീസ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് എന്താണ് വേണ്ടത് അത് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. ഹീ ഷാൽ ഹാവ് മീ. ഹീ വിൽ ഗെറ്റ് മോർ പ്രാക്ടീസ് ഔട്ട് ഓഫ് മീ ദാൻ ഔട്ട് ഓഫ് 1700s ഓഫ് ഹിസ് എവറി ഡേ പേഷ്യൻസ് വിത്ത് ഓൺലി 1 or 2 ഡിസീസ് ഈച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് പ്രാക്ടീസ് കൂടുതലുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ 700 പേഷ്യൻസിന് എല്ലാ ദിവസവും വരുന്ന 700 പേഷ്യൻസിന് 2 അസുഖങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ നോക്കൂ, ഞാൻ ഒരാൾ മതി, എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട്, ഏതൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന് എന്നെ കൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ എന്നെ മാത്രം നോക്കിയാൽ മതി ഡോക്ടറിന്. വെൽ, വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു? I said, I will not take up your time, dear boy, with telling you what the matter is. അപ്പോൾ അദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ ചോദിക്കും, എന്താ പറ്റിയത്, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഞാൻ നിങ്ങളുടെ സമയമൊന്നും എടുക്കില്ല, ഞാൻ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ലൈഫ് ഈസ് ബ്രീഫ് ആൻഡ് യു മൈറ്റ് പാസ് എവേ ബിഫോർ ഐ ഹാഡ് ഫിനിഷ്. ഞാനിത് പറഞ്ഞ് തീരും മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ കാലം കഴിഞ്ഞു പോകുമായിരിക്കും, അത്രയ്ക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. Why I have not got housemates knee, I cannot tell you, but the fact remains that I have not got it. Everything else, however, I got. എല്ലാ അസുഖങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഹൗസ്മേറ്റ്സ് നീ ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ടോൾഡ് ഹിം ഹൗ ഐ കെയിം ടു ഡിസ്കവർ ഇറ്റ് ഓൾ. അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം എങ്ങനെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചതെന്നുള്ളതും ആ ഒരു സംഭവം പറഞ്ഞു. Then he examined me and clutched my waist to check my pulse, and then he hit me over the chest when I wasn't expecting it, a cowardly thing to do, I think, and immediately afterwards butted me on the side of my head. After that he sat down and wrote out a prescription and folded it up and gave it to me, and I put it in my pocket and went out. അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഇദ്ദേഹത്തിനെ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി, പരിശോധിക്കാൻ തുടങ്ങി. കൈ പിടിച്ചു, റിസ്റ്റ് പിടിച്ചു, നാടിഞരമ്പ് പിടിച്ചു, പൾസ് ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നെഞ്ചത്തൊരു ഇടിയും കൊടുത്തു. അത് ഏറ്റവും കോവാർഡ്ലി ആൻഡ് ബ്രൂട്ടൽ തിങ് ആണെന്നാണ് പുള്ളി പറയണത്. ഭീരുത്വപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പുള്ളി പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു, തലയുടെ സൈഡിലൊരു അതിനുശേഷം അദ്ദേഹം തലയുടെ സൈഡിലൊന്ന് കൊട്ടി നോക്കി. അത് കഴിഞ്ഞ് വന്നിരുന്നു, പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ തുടങ്ങി. പ്രിസ്ക്രിപ്ഷൻ എഴുതി അത് മടക്കി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. I did not open it. I took it to the nearest pharmacy and handed it in. The man read it and then handed it back. He said he didn't keep it. ഇദ്ദേഹം
ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി നേരെ ഫാർമസിയിൽ പോയി അവിടെയുള്ള ഫാർമസിസ്റ്റിൻ്റെ കയ്യിൽ ഈ പേപ്പർ കൊടുത്തു. ഈ ഫാർമസിസ്റ്റ് അത് വാങ്ങിച്ചു, വായിച്ച് നോക്കി, തിരിച്ച് അതുപോലെ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ സാധനം ഞങ്ങളുടെ ഇവിടെ എടുക്കാനില്ല, ഈ സാധനം ഞാനിവിടെ വെക്കാറില്ല എന്ന് പറഞ്ഞു. I said, "You are a chemist." He said, "I am a chemist. If I were a cooperative stores and family hotel combined, I might be able to help you. Being only a chemist limits me." അപ്പോൾ അതെ, ഞാനൊരു കെമിസ്റ്റാണ്, അതായത് ഞാനൊരു മരുന്നൊക്കെ വിൽക്കുന്ന ആളാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു കോർപ്പറേറ്റീവ് സ്റ്റോറിലത്തെ ആളോ ഫാമിലി ഹോട്ടൽ നടത്തുന്ന ആളോ ആയിരുന്നെങ്കിൽ, രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാനിതൊക്കെ ചെയ്ത് ഈ പ്രിസ്ക്രിപ്ഷനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാനൊരു കെമിസ്റ്റായി പോയില്ലേ, മരുന്ന് വിൽക്കുന്ന ആളായി പോയില്ലേ, അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയും. I read the prescription. This was what it was: a balanced diet with water every couple of hours, a 10-mile walk every morning, to bed at sharp 11 o'clock every night, and don't stuff up your head with things you don't understand. അപ്പോൾ അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ തിരിച്ച് വാങ്ങിയത് വായിച്ച് നോക്കി. അപ്പോൾ എന്താണുള്ളത്? ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃതാഹാരം, വെള്ളം ഓരോ 2 മണിക്കൂറിലും ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഒരു 10 മൈൽ എല്ലാ ദിവസവും രാവിലെ നടക്കുക, 11 മണിയാകുമ്പോൾ തന്നെ കിടന്നുറങ്ങുക, തലയിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, മനസ്സിലാകാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനേ പാടില്ല. ഐ ഫോളോഡ് ദ ഡയറക്ഷൻസ് വിത്ത് എ ഹാപ്പി റിസൾട്ട്, സ്പീക്കിംഗ് ഓഫ് മൈ സെൽഫ് ദാറ്റ് മൈ ലൈഫ് വാസ് സേവ്ഡ് ആൻഡ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അപ്പോൾ ഇദ്ദേഹം ആ ഡയറക്ഷൻസ്, ഈ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻസ് ഫോളോ ചെയ്തു. ഇപ്പോഴും അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ തന്നെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ജെറോം ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഹ്യൂമോറിസ്റ്റ്. അദ്ദേഹം ഒരു ഹാസ്യ കഥാകാരനാണ്. ഹാസ്യം കൂടുതൽ ഉള്ള കഥകളാണ് ഇദ്ദേഹം രചിക്കുന്നത്. Born in a poor family, he faced financial difficulties and personal hardship throughout his early life. Despite these challenges, he pursued a career in writing and acting. His warm and humorous style won him acclaim. This extract is taken from 3 Men in a Boat. അപ്പോൾ ഈ ഒരു കഥ എടുത്തിരിക്കുന്നത് 3 Men in a Boat എന്ന് പറഞ്ഞാൽ 1889 എഴുതിയ ഒരു സ്റ്റോറിയിൽ നിന്നാണ്. ജെറോംസ് കോമിക് മാസ്റ്റർപീസ് വിച്ച് ഇസ് ഹിസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു നോവൽ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ്, സൈഡിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ മൈ വേർഡ് എന്നുള്ളത് അതിനകത്ത് മൈ വേർഡ്സും ഒക്കെ ഉള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് ഞാൻ അതൊന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ലെറ്റ്സ് റീവൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, 5 എണ്ണം. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ ആക്ടിവിറ്റിയുടെയും അവിടെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത്. ഇനി ഒരു കാര്യം മാത്രം ഞാൻ ഒന്ന് പറയാം. അതായത് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷനും തേർഡ് പേഴ്സൺ നറേഷനും. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഥ പറയുന്ന പോലെയാണ്, എഴുതുന്ന ആൾ ആരാണോ അയാൾ കഥ പറയുന്ന പോലെയാണ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാട്, നമ്മുടെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. തേർഡ് പേഴ്സൺ നറേറ്റീവിനകത്ത് വേറൊരാൾ, മൂന്നാമതൊരാൾ നിന്ന് കഥ പറയുന്നതാണ് ആ സ്റ്റൈല്. മൂന്നാമതൊരാൾ നിന്ന് കഥ പറയുമ്പോൾ അയാൾക്ക് എല്ലാവരുടെ പെർസ്പെക്റ്റീവും പറയാനായിട്ട് പറ്റും. ഇപ്പം കഥാപാത്രങ്ങൾ ഒന്നിലധികം കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഈ ഓരോ ആൾക്കാരുടെ ചിന്ത എന്താണ്, അവരുടെ സാഹചര്യം എന്താണ്, അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതൊക്കെ പറയാൻ പറ്റും. ഇനി ഫസ്റ്റ് പേഴ്സൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാകുന്നത് ഒരു നമ്മുടെ സ്വന്തം ചിന്തകളും എക്സ്പീരിയൻസുകളും ഫീലിങ്സും ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ, അത് കഥ ബിൽഡ് ചെയ്ത് വരുന്നൊരു രീതി, പിന്നെ ഒരു ക്ലൈമാക്സ്. ഒരു മൂന്നാമതൊരാൾ പറയണ സമയത്താണെങ്കിൽ ഒരു ബിഗിനിങ്ങും എൻഡ്, മിഡിൽ. ഈ ബിഗിനിങ്ങിൻ്റെയും മിഡിലിൻ്റെയും ആ ഭാഗങ്ങളിൽ ഒത്തിരി കഥാപാത്രങ്ങൾ വരികയും അവരവരുടെ പെർസെപ്ഷനൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നിയത്. ബാക്കി എല്ലാ ആൻസേഴ്സും എഴുതിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.